ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഫിഫോ മെത്തേഡ്, പ്രൈസിംഗ് മെത്തേഡ് ആണ്. നല്ലോണം ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. വളരെ സിമ്പിൾ ആണ്. എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കുന്നതാണ്. അതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ്. വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, എടുത്തു കൊടുക്കും. അതായത് ഞാൻ ആദ്യം ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് വാങ്ങി വെച്ചു, ഇതാണ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് എന്താണ് റേറ്റ് വരുന്നത് 2 per kg ആണ്. 2 per kg. ഞാൻ വീണ്ടും എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു അടുത്ത മെറ്റീരിയൽ. ഇതിന്റെ റേറ്റ് 2.5 per kg ആണ്. ഞാൻ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓക്കെ, മെറ്റീരിയൽസ് റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ഓക്കെ, ആദ്യം റിസീവ് ചെയ്ത് എന്ത് ചെയ്യണം, ആദ്യം എടുത്തു കൊടുക്കണം. ഇതാണ് ഇതിന്റെ റൂള്. ഓക്കെ, ആദ്യം വന്നത് ആദ്യം എടുത്തു കൊടുക്കണം. അപ്പൊ ആദ്യം വന്നത് ഏതാ, ഇതല്ലേ, താഴെ നിൽക്കുന്നതല്ല അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു കൊടുക്കണം. ഒരു ഇത്ര ക്വാണ്ടിറ്റി എടുത്തു കൊടുക്കണം. ഞാൻ ഇതിൽ നിന്ന് എടുക്കുക, ഈ ലോട്ടിൽ നിന്നാണോ ഈ ലോട്ടിൽ നിന്നാണോ, താഴെയുള്ള റോട്ട് ഈ ലോട്ടിൽ നിന്ന് എടുക്കുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താ, ഇത്ര ക്വാണ്ടിറ്റി എടുത്തു കൊടുക്കും. 10 ക്വാണ്ടിറ്റി ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് അറ്റ് ദി റേറ്റ് ഓഫ് 2. ഇതിനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ആദ്യം വന്നതിനെ ആദ്യം എടുക്കും അല്ലെ. ഇത് കഴിഞ്ഞാൽ, ഇത് എക്സോസ്റ്റ് ചെയ്താൽ, ഇത് പൂർണ്ണമായിട്ട് നമ്മൾ എടുത്തു കൊടുത്ത് കഴിഞ്ഞാൽ എന്തിലേക്ക് കടക്കും, ഇതിലേക്ക് കടക്കും. വേറെ ബിന്നുണ്ടെങ്കിലോ, ഇത് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടക്കും. ഈ ഒരു മെത്തേഡിന് എന്ത് പറയാ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വന്നത് ആദ്യം പോകും. ആഫ്റ്റർ ഫസ്റ്റ് ലോട്ട് സെക്കൻഡ് ലോട്ട് ഈസ് ഇഷ്യൂഡ്, അല്ലെങ്കിൽ ഫ്രം ദി സെക്കൻഡ് ലോട്ട് വിൽ ബി ഇഷ്യൂഡ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ലേറ്റസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇത് തീർന്നു കഴിഞ്ഞു. നമ്മളെടുത്ത ബാക്കി എത്രയുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കണം. ഇവിടെ നോക്കിയാൽ 30 ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, ഇതിന്റെ റേറ്റ് 3 രൂപ എന്നിരിക്കാം. അപ്പൊ ഇത് എത്രയാണ്, 30 ക്വാണ്ടിറ്റി എന്നിരിക്കും. 30 ക്വാണ്ടിറ്റി എത്ര റേറ്റ്, 3. അപ്പൊ ഇത് രണ്ടും തീർന്നു, എക്സോസ്റ്റ് ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുകയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഫിസിക്കൽ ടു എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, 30 ക്വാണ്ടിറ്റി ബാക്കിയുള്ള അറ്റ് ദി റേറ്റ് ഓഫ് 3 ഫിസിക്കൽ ടു 90 അല്ലെ. 90 റുപ്പീസിന്റെ സ്റ്റോക്ക് ആണല്ലോ. നോക്കിയേ, ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് ലേറ്റസ്റ്റ് പ്രൈസ് അല്ലെ. ഈ പ്രൈസ് 2 രൂപയ്ക്കാണോ, അല്ല. 2.5-ക്കാണോ, അല്ല. ഏത് പ്രൈസിനാ, ലേറ്റസ്റ്റ് പ്രൈസിനാണ്. ഓക്കെ, ഓൾസോ നോൺ ആസ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഇതിനെ എന്തുമായിട്ട് അറിയപ്പെടുന്നുണ്ട്, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. അപ്പം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിനെ കുറിച്ച് നല്ലൊരു ഇൻട്രോ നമുക്ക് കിട്ടി. ഇനി അതിന്റെ കുറച്ച് ബെനിഫിറ്റ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. വളരെ സിമ്പിൾ ആണ് അല്ലെ, നമുക്ക് റേറ്റ് ഒക്കെ എടുക്കാൻ വളരെ സിമ്പിൾ ആണ്. ദെൻ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്. അതിന്റെ കോസ്റ്റ് തന്നെയാണ് എന്ത് ചെയ്യുക, അത് ഇഷ്യൂ ചെയ്യപ്പെടുന്നത്. ക്ലോസിംഗ് സ്റ്റോക്സ് ആർ വാല്യൂഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ശരിയല്ലേ, നിങ്ങളിവിടെ നോക്കിയേ, മാർക്കറ്റ് പ്രൈസ് 2-ൽ നിന്ന് 2.5 ആയി അല്ലെ. 2.5-ൽ നിന്ന് ഇപ്പൊ എത്രയായി, 3 ആയി. ആ 3 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്ത്, ഇപ്പൊ വാല്യൂ ചെയ്ത്. അപ്പൊ മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത്. ദെൻ ഇൻ ദി കണ്ടീഷൻ ഓഫ് ഫാളിംഗ് പ്രൈസ് അല്ലെ, ഇൻഫ്ലേഷൻ ടൈമിൽ ഫാളിംഗ് പ്രൈസ്, ദിസ് മെത്തേഡ് ഗിവൺ ആസ് ബെറ്റർ റിസൾട്ട്. ഓക്കെ, ദിസ് മെത്തേഡ് എന്ത് ചെയ്യും, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഒരു ഫേമിന്, ഒരു മാനുഫാക്ചർ ഫേമിന് നൽകും. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെ, ദെൻ അതിന്റെ അഡ്വാൻറ്റേജ്. സിമ്പിൾ അല്ലേ.